ജനാർദ്ദനക്കുറുപ്പാണ്. വാശിയോഗവും പഞ്ചതത്വം എന്നുള്ളതിൽ 13ാമത്തെ വിജ്ഞാന ഭൈരവ തന്ത്രത്തിൽ 218 ഇന്നലെ അവസാനിച്ചതിന് തുടർച്ചയായിട്ട്. ഓ പ്രിയേ, ഇന്ദ്രൻ്റെ ജാലവിദ്യകളുടെ വല പോലെ ഭൈരവൻ്റെ സകാരഭാവം എന്നത് വെറും തോന്നലാണ്. അതിന് ആത്മീയമായി യാതൊരു വിലയുമില്ല. അത് ആകാശത്തുണ്ടെന്ന് കരുതുന്ന ഗന്ധർവന്മാരുടെ നഗരം പോലെ ഒരു ഭ്രമം, തെറ്റിദ്ധാരണ മാത്രമാകുന്നു. ഈ ശ്ലോകം കൊണ്ട് സകാരത്തിന് പ്രസക്തിയില്ലെന്നും നിരാകാരമായതിനാണ് പ്രസക്തി എന്നും പറയുന്നു. വേദാന്ത തത്വചിന്തയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചപ്പാടാണ് നിരാകാരമായത് കൊണ്ടുള്ള അതീന്ദ്രിയ അനുഭവങ്ങൾ. അത് എത്രയും സത്യവും അനുഭവദീപ്തവുമാണ്. അറിവിന് അന്തമില്ല, അകമില്ല, എന്തറിഞ്ഞാലും അതിനപ്പുറത്തൊന്നുണ്ട്. അതിൽ നിരാകാരമായതാണ് എടുത്തു പറയേണ്ട അനുഭവം. ദേവന്മാരുടെ രാജാവാണ് ഇന്ദ്രൻ. ദേവരാജ്യത്തുള്ള സംഗീതജ്ഞന്മാരാണ് ഗന്ധർവന്മാർ. ഗന്ധർവന്മാർ അവരുടെ സംഗീതം കൊണ്ട് മനസ്സിൽ മായാലോകം സൃഷ്ടിക്കുന്നു. ഇന്ദ്രൻ തൻ്റെ ജാലവിദ്യകളെ കൊണ്ടും മായ സൃഷ്ടിക്കുന്നു. ദേവന്മാരുടെ ശത്രുക്കളായ ദൈത്യന്മാരും മായ സൃഷ്ടിക്കുന്നതിൽ മിടുക്കന്മാരാണ്. ഈ മായകൾ മനുഷ്യരെ വിഭ്രമിപ്പിക്കുന്നു. ശരിയായതേതെന്ന് അറിയാനാവാത്ത വിധം മായകൾ മനസ്സിനെ പൊതിയുന്നു. മനുഷ്യൻ ആർജിക്കുന്ന പുണ്യം കൊണ്ട് ദേവലോകത്ത് സ്വർഗത്ത് ചെല്ലുന്നെന്ന് കരുതപ്പെടുന്നു. എന്നാൽ ദേവലോകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്തതിനാൽ പുണ്യത്തിൻ്റെ അളവ് കഴിഞ്ഞ് തിരിച്ച് ആത്മാവ് സംസാരാനുഭവങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വരും. ഭൂമിയിലാണ് പാപവും പുണ്യവും, സ്വർഗത്തിൽ അവയില്ല. അവിടെ നിശ്ചിന്തനവും നിശ്ചേഷ്ടവുമാണ്. എല്ലാം ഒരു മായയാണ്. സകാരമായതിനെ ധ്യാനിക്കുന്നതുകൊണ്ട് ആത്മീയാനുഭവങ്ങൾ ഉണ്ടാകുന്നില്ല എന്നാണ്. സകാരമായതിനെ ധ്യാനിക്കുന്നിടത്തോളം അതീന്ദ്രിയാനുഭവങ്ങളില്ല. അതുകൊണ്ടാണ് എത്ര കൊല്ലം ഒരു ദേവനെ പൂജിക്കുന്നതുകൊണ്ടോ ഒരു ദേവതയുടെ സ്തോത്രം ചൊല്ലുന്നതുകൊണ്ടോ യാതൊരു അനുഭവം ഉണ്ടാകാത്തത്. ഇതുപോലെ തന്നെയാണ് ഒരു രൂപത്തിലോ ബിംബത്തിലോ ചിഹ്നത്തിലോ ശ്രദ്ധിക്കുന്നുകൊണ്ടുണ്ടാകുന്നത്. അതിനാലാണ് ഭൈരവൻ്റെ രൂപം ആകാരമാണെന്നും തീർത്തും പറഞ്ഞത്. അതിൽ ധ്യാനിക്കുന്നതുകൊണ്ടാണ് അതീന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ സകാരമായതിൽ ധ്യാനിച്ച് പഠിച്ചിട്ട് വേണം നിരാകാരമായതിൽ ധ്യാനിക്കുന്നത്. സകാരമായതിൽ ധ്യാനിക്കുന്നത് എളുപ്പമാണ്, നിരാകാരമായതിൽ വിഷമവും. എന്നാൽ സകാരത്തിൽ ചെയ്യുന്ന ധ്യാനമാണ് അന്ത്യമായത് എന്ന് ചിന്ത കൊണ്ട് അകാരമായതിലേക്ക് പോകാനുള്ള വെളിച്ചം മിക്കവർക്കും ജന്മഫലം മൂലം ലഭിക്കുന്നില്ല. സകാരത്തിൽ ധ്യാനിച്ച് ആകാരത്തെ അലിയിച്ചു കളഞ്ഞ് നിരാകാരമാക്കി, അല്ലെങ്കിൽ ഊർജത്തിൻ്റെ ഒരു വിശേഷമായ അവസ്ഥയാക്കി അതിനെ ധ്യാനിക്കണം. അപ്പോൾ അതീന്ദ്രിയാനുഭവങ്ങളുണ്ടാകും. സകാരവും നിരാകാരവും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റിയും ഭ്രമമുണ്ടാകും. ഏതാണ് വേണ്ടതെന്നതിലും ഭ്രമമുണ്ടാകും. ഈ ഭ്രമത്തെയാണ് മാറ്റേണ്ടത്. ഭൈരവൻ്റെ രൂപം ഏതെന്ന് 8ാം ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട്. സകല രൂപം ഭൈരവസ്യ പ്രകീർത്തിതം എന്നതുകൊണ്ട് വ്യക്തമായി തന്നെ ഇതിനെ ഒന്നുകൂടി വ്യക്തമാക്കാനാണ് 9ാം ശ്ലോകത്തിൽ ശ്രമിച്ചിട്ടുള്ളത്. ഈ ശ്ലോകത്തിൽ സാകാരധ്യാനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. പൂജകളും ഹോമങ്ങളും തുടങ്ങിയ ആഡംബര കാര്യങ്ങൾ മുഴുകുന്ന ബുദ്ധി കബളിപ്പിക്കപ്പെട്ടവരാണ് സകാരധ്യാനത്തിൽ പരിശ്രമിക്കുന്നത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് പൂജയും ഹോമങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നത് സകാരമൂർത്തിയിലാണെങ്കിൽ അതീന്ദ്രിയാനുഭവങ്ങൾക്ക് കാലവിളംബം അല്ലെങ്കിൽ തടസ്സമുണ്ടാകുമെന്നാണ്. ആത്മജ്ഞാനത്തിന് ആഗ്രഹിക്കുന്നവർക്ക് സകാരധ്യാനം കൊണ്ട് ധ്യാനം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അത് ചെയ്യുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും അത് തരണം ചെയ്യാനുള്ള രീതികളും മനസ്സിലാക്കുന്നതിനാണ്. അതിൽ കൂടുതലായി സകാരധ്യാനത്തിൽ ആത്മീയ ശക്തി വിശേഷമില്ല. ധാരണാകാര്യങ്ങളിൽ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് പരിചയിക്കുന്നത് സകാരധ്യാനം നല്ലതാണ്. ധ്യാനത്തിൻ്റെ താഴത്തെ പടികളാണ് സാകാരധ്യാനം. ഉയർന്ന പടികൾ നിരാകാരധ്യാനമാണ്. അതിനാൽ ധ്യാനത്തിൽ ശക്തി കുറഞ്ഞവന് ചെറിയ പടികളിൽ കയറി മുകളിലേക്ക് പോകാം. എന്നാൽ ഈ പടിയാണ് കോണിയുടെ ഏറ്റവും ഉയരത്തിലെ പടിയെന്ന് മാത്രം കരുതി പോകരുത്. ഇനിയും പടികളുണ്ട് എന്ന ബോധം എപ്പോഴും ഉണ്ടാകണം. സാകാരധ്യാനത്തിനെ പരിചയിപ്പിക്കുന്നു. ഇതിൻ്റെ വീഴ്ച താഴ്ചകളെ മനസ്സിലാക്കി തരുന്നു. ഇതിൽ നിന്നും മെച്ചപ്പെട്ട ധ്യാനം ചെയ്യാൻ സാധകന് കഴിയുന്നു. ഇതിനുശേഷം ഏറ്റവും ആഴത്തിലുള്ള നിരാകാര ധ്യാനത്തിന് സാധകന് കഴിയും. അതിനാലാണ് അതീന്ദ്രിയ അനുഭവങ്ങൾ നേടാൻ കഴിയില്ലെങ്കിലും സാകാരധ്യാനത്തെ വേദങ്ങളും തന്ത്രങ്ങളും അംഗീകരിക്കുന്നത്. തത്വതോ ന നവാത്മാസൗ ശബ്ദരാശിർന ഭൈരവ ന ചാസൗ ത്രിശിര ദേവോ ന ച ശക്തിത്രയാത്മക. യഥാർത്ഥത്തിൽ ഭൈരവൻ 9 വിധ രൂപങ്ങളോ വർണ്ണമാലകളോ ത്രിശിരസ്സുകളോ ത്രിശക്തികളോ മാത്രമല്ല. നവാത്മ, ശക്തിത്രയാത്മകം, ത്രിശിരം എന്നിവയെല്ലാം ശ്ലോകത്തിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഓരോരോ കാര്യങ്ങൾ ദേവി പറഞ്ഞവ അല്ല എന്നും ഭൈരവനെ വിശേഷിപ്പിക്കുന്നു. ഈ ശക്തികൾക്ക് പ്രസക്തിയില്ലെന്നല്ല പറയുന്നത്. യഥാർത്ഥ മോക്ഷം ഇവയൊന്നുമല്ലെന്നാണ് പറഞ്ഞത്. നവാത്മമെന്നത് പരമാത്മാവ് കടന്നു പോകുന്ന 9 വിധം രൂപങ്ങളാണ്. ശബ്ദരാശി എന്നത് ഒരിക്കലും അവസാനിക്കാത്ത ശബ്ദസ്രോതസ്സാണ്, മന്ത്രമാണത്. ത്രിശിര എന്നത് ശക്തിയുടെ സൂക്ഷ്മമായ 3 വിധ രൂപങ്ങളാണ്. ശക്തി ത്രയാത്മകം അതീന്ദ്രിയാനുഭവങ്ങളുടെ 3 വിധ അനുഭവങ്ങളാണ്. സൂര്യനിൽ നിന്നുള്ള വെളിച്ചവും ചൂടും സൂര്യൻ്റെ പ്രധാന ഗുണങ്ങളാകുന്നു.
എന്നാൽ അവ മാത്രമല്ല സൂര്യൻ. അതുപോലെ അതീന്ദ്രിയാനുഭവങ്ങൾ അവയുടെ വ്യത്യസ്തമായ അറിവുകളുടെ അനുഭവങ്ങൾ എല്ലാ അംശങ്ങളാണ്. എന്നാൽ അവ മാത്രമല്ല അതീന്ദ്രിയാവസ്ഥ. ചൂട് അനുഭവപ്പെടുന്നതിന് ഒരു മൂല സ്രോതസ്സുണ്ടാവും. അതുപോലെ അതീന്ദ്രിയാനുഭവങ്ങൾക്ക് ഒരു സ്രോതസ്സുണ്ടാവും. നിൻ്റെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന സന്താനം നീയല്ല, അതിൻ്റെ മാതാപിതാക്കൾ നീയായിരിക്കാം. നിന്നിൽ നിന്നുണ്ടായതാണ്, എന്നാൽ അത് നീയല്ല. ഇതുപോലെ ബോധത്തിൻ്റെ പരിണാമത്തിൽ ചില ആശയങ്ങൾ മോക്ഷത്തെപ്പറ്റി അറിയാനാകും, എന്നാൽ അത് മാത്രമല്ല മോക്ഷം. പരമായ അനുഭവം അതല്ല. നാദബിന്ദുമയോ വാപി ന ചന്ദ്രാർത്ഥ നിരോധിക ന ചക്രക്രമസംഭിന്നോ ന ച ശക്തി സ്വരൂപ. ഇതിൽ പറയുന്നത് ഭൈരവൻ്റെ രൂപം നാദത്തിലോ ബിന്ദുവിലോ തടസ്സമായ അർദ്ധചന്ദ്രനിലോ അല്ലെങ്കിൽ ആത്മീയ ചക്രങ്ങളുടെ നിരയാലോ അല്ലെങ്കിൽ ഊർജ്ജത്തിലോ ആയി ഒതുങ്ങുന്നില്ല. ശക്തിനാദം, ബിന്ദു, നവാത്മാവസ്ഥകൾ, അർദ്ധചന്ദ്രൻ, നിരോധിക, ത്രിശിര എന്നിവയെല്ലാം ബോധത്തിൻ്റെ സൂക്ഷ്മ സ്വരൂപങ്ങളാണ്. ബോധം ആശയങ്ങളെ രൂപങ്ങളാക്കുന്നു. ഇവയെല്ലാം കൊണ്ട് പരമാത്മാവസ്ഥയെ തിരിച്ചറിയാം, എന്നാൽ എത്താനാവുകയില്ല. ഇത് നമുക്ക് ബാക്കി നാളെ നോക്കാം. നമഃ ശിവായ.